പാലക്കാട് ഒറ്റപ്പാലത്ത് ബസ്സിൽ കുഴഞ്ഞു വീണ യാത്രക്കാരൻ്റെ ജീവൻ രക്ഷിക്കാൻ ബസ് സഞ്ചരിച്ചത് 16 കിലോമീറ്റർ. വളാഞ്ചേരി പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന നിനു സ്റ്റാർ ബസ്സിലെ ജീവനക്കാരാണ് നാടിന് മാതൃകയായത്. ഡ്രൈവർ മനാഫ്, കണ്ടക്ടർ ഷറഫുദ്ദീൻ, അലിമോൻ, അഭിനവ് എന്നിവരുടെ ഇടപെടലാണ് നിർണായകമായത്. ആ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കാണാം. വണ്ടി ജീവനും കൊണ്ട് പായുന്നത്. ബസ്സിൽ ബോധമറ്റ് വീണ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി 16 കിലോമീറ്റർ യാത്ര ചെയ്ത് ആശുപത്രിയിൽ വളരെ പെട്ടെന്ന് എത്തിക്കാൻ ശ്രമിച്ച ഈ മോഡലാക്കേണ്ട ഈ സംഭവത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നിഖിൽ പ്രമേഷ് പാലക്കാട് നൽകും. നിഖിൽ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. സ്വകാര്യ ബസ് ജീവനക്കാരെ കുറിച്ച് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മോശം പെരുമാറ്റങ്ങളെക്കുറിച്ച് നിരന്തരം വാർത്തകളാകാറുണ്ട്. ഒരുപക്ഷെ ജീവിതം രണ്ടു ഭാഗവും കൂട്ടിക്കെട്ടുന്നതിൻ്റെ ഭാഗമായി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് എന്നാൽ അവരുടെ ഇടയിൽ നിന്ന് ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങളും പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. അത് പലപ്പോഴും കാണാതെ പോകാറുമുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ഒരു നല്ല കാഴ്ച, സ്കെയിൻ പറഞ്ഞതുപോലെ മാതൃകയാക്കാവുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് വളാഞ്ചേരിയിൽ നിന്ന് പാലക്കാട്ടേക്ക് സർവീസ് നടത്തുന്ന നിനു സ്റ്റാർ എന്ന ബസ്സാണ്. പട്ടാമ്പിയിൽ നിന്ന് കയറിയ ഒരു യുവാവ്, 23 വയസ്സുള്ള മണികണ്ഠൻ എന്നയാൾ ഓങ്ങല്ലൂർ എത്തിയപ്പോൾ ഇയാൾക്ക് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ഈ യുവാവ് കുഴഞ്ഞു വീഴുകയും ചെയ്തു. ഉടനെ തന്നെ ബസ് ജീവനക്കാർ ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഏതാണ്ട് 10ഓളം സ്റ്റോപ്പുകൾ ഒഴിവാക്കി. അതായത് നമുക്കറിയാം, വൈകുന്നേര സമയമൊക്കെയാണ് അവർക്ക് കുറച്ച് വരുമാനം കിട്ടുന്നത്. സ്വാഭാവികമായിട്ട് ആ വരുമാനമൊക്കെ പോട്ടെ, ജീവനല്ലേ മുഖ്യം എന്ന് കരുതിക്കൊണ്ട് ഏതാണ്ട് 10ഓളം സ്റ്റോപ്പുകൾ ഒഴിവാക്കി 16 കിലോമീറ്റർ അകലെയുള്ള PK ദാസ് മെഡിക്കൽ കോളേജിലേക്ക് അവർ വാഹനം പായിച്ചു. ഈ ബസ് പായിച്ച് യാത്രക്കാരുടെ അനുമതിയോടുകൂടിയായിരുന്നു ഇവർ ഈ ബസ് അതിവേഗതയിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. തുടർന്ന് ആ രോഗിയെ അവിടെ പ്രവേശിപ്പിച്ചു. ആ രോഗിക്ക് മതിയായിട്ടുള്ള ചികിത്സ നൽകി അയാൾ ഇപ്പോൾ ആരോഗ്യവാനായിരിക്കുകയാണ്. എന്തായാലും ഈ ബസ്സിലെ ജീവനക്കാരെ ഇപ്പോൾ അഭിനന്ദിക്കുകയാണ് നാടൊന്നടങ്കം. ഈ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ബസ് ഡ്രൈവർ ചാത്തന്നൂർ സ്വദേശി AB മനാഫ്, കണ്ടക്ടർ പട്ടാമ്പി കൊടലൂർ സ്വദേശി C അലിമോൻ, മാനേജർ JV അഭിനവ് എന്നിവരാണ് സമയോചിതമായി ഇടപെടൽ നടത്തി ഒരു ജീവൻ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയത്. ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ സമീപകാലത്ത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ യാത്രക്കാർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഒരാൾ കുഴഞ്ഞു വീണപ്പോൾ ഒരു നിമിഷം പോലും അവർ ആലോചിക്കാൻ കാത്തിരുന്നില്ല എന്നുള്ളതാണ്. വളരെ വേഗത്തിൽ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത ആശുപത്രിയിൽ ഏറ്റവും വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കാമെന്ന തീരുമാനം അവർ കൂട്ടായി എടുക്കുന്നു. അടുത്ത സ്റ്റോപ്പുകളിൽ ഇറങ്ങേണ്ട യാത്രക്കാരൊക്കെ ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ ഈ മെഡിക്കൽ കോളേജ് ഉള്ള സ്ഥലത്ത് ഇറങ്ങിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഈ ബസ് ജീവനക്കാരുടെ തീരുമാനത്തിനൊപ്പം നിൽക്കുന്നു. അങ്ങനെയാണ് വളരെ വേഗത്തിൽ തന്നെ ഈ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞതും ആ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതും. എന്തായാലും യുവാക്കളുടെ ഈ നല്ല മാതൃകയ്ക്ക്, സ്വകാര്യ ബസ് ജീവനക്കാരുടെ നല്ല മാതൃകയ്ക്ക് കൈയടിക്കുകയാണ് സോഷ്യൽ മീഡിയയും നാട്ടുകാരും. താങ്ക് യു നിഖിൽ പരമേഷ്. എന്തായാലും നമ്മൾ അവരെ അഭിനന്ദിക്കണം. കാരണം വഴിയിലൊക്കെ യാത്രക്കാർ ഇറങ്ങാറുണ്ട്, അവർക്കൊക്കെ ബുദ്ധിമുട്ടാകും എന്നൊന്നും ആലോചിക്കാതെ അവർ വളരെ വേഗത്തിൽ വണ്ടിയെടുത്ത് ആശുപത്രിയിൽ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് എത്തിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.